അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പുതിയ കള്ളവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അവർ പറയുന്നത് ഇത് നിയമാനുസൃതമാണ്, സുപ്രീം കോടതിയുടെ അനുവാദം ഞങ്ങൾക്കുണ്ട്. അത് ശരിയാണ്, സുപ്രീം കോടതിയുടെ വിധിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇപ്പോഴത്തെ കാര്യം. നേരത്തെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അത് തകർത്തിട്ടാണ് ബാബർ പള്ളി നിർമ്മിച്ചത് എന്ന കാര്യം സുപ്രീം കോടതി വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പള്ളി പൊളിച്ചത് നിയമാനുസൃതമാണ്. ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം വന്നത് നിയമപരമായി സാധുവാണ്. കാരണം സുപ്രീം കോടതി ഇതിനെല്ലാം കയ്യൊപ്പ് തന്നിട്ടുണ്ട്. ഇതാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ദീർഘമായ സുപ്രീം കോടതി വിധിയിൽ നിന്നുള്ള ഏതാനും പേജുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം അവരിങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്, കമ്മികൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തീരെ സഭ്യമല്ലാത്ത ഭാഷയിലാണ് പറയുക. ഈ വിറ്റ നുണയെ പറയുള്ളൂ, ഇറ്റയ്ക്ക് നേരം വെളിച്ചായിട്ടില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പച്ചക്കള്ളം പറയാനും അത് നിരന്തരമായി പറഞ്ഞു സ്ഥാപിച്ചെടുക്കാനും സംഘപരിവാറിനോളം കഴിവുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ലോകത്തുണ്ടാകും എന്ന് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു തർക്കമാണിത്, എല്ലാവർക്കും അറിയാലോ. ആ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഭരണഘടന നൽകുന്ന സവിശേഷമായ ഒരു അധികാരം ഉപയോഗപ്പെടുത്തി ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയതാണ്. എല്ലാവരും അതിനെ വിമർശനമുണ്ടെങ്കിലും സ്വീകരിച്ചു. ഒരു പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന മട്ടിൽ. അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ നോക്കൂ. അയോധ്യയിൽ ഏതെങ്കിലും ഒരു കെട്ടിടം തകർത്തതിന്റെ തെളിവുണ്ടെങ്കിൽ അത് 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിൻ്റെയാണ്. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? സാക്ഷികളുടെ കുറവുണ്ടോ? തെളിവിന്റെ കുറവുണ്ടോ? ഇല്ല. അതുകൊണ്ട് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു, 1949 ആരും അറിയാതെ വിഗ്രഹം കൊണ്ടുപോയി വെച്ചത്. അതിനു മുൻപോ അവിടെ വിഗ്രഹമില്ല, ഹൈന്ദവരുടെ പൂജയില്ല, ഒന്നുമില്ല മന്ദിരത്തിനകത്ത്. ഇങ്ങനെ ചെയ്തത് ആരും അറിയാതെ രാത്രിയിൽ വിഗ്രഹം അകത്ത് കൊണ്ടുപോയി വെച്ചത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിരവധി വർഗീയ കലാപങ്ങളെ കോടതി പരാമർശിച്ചിട്ടുണ്ട്. 92 പള്ളി പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണ് എന്നാണ് കോടതി പറഞ്ഞത്. യാതൊരു തർക്കവുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവുകളെല്ലാം ഉണ്ടല്ലോ. ഒരു കാര്യം കൂടി കോടതി പറഞ്ഞു. ഇനി ചിലർ വിശ്വസിക്കുകയാണ് പണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അത് തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചത്. ഒരു വാദത്തിന് അത് സമ്മതിച്ചാൽ തന്നെ സുപ്രീം കോടതിയുടെ വാചകം കാലത്തെ പിറകോട്ട് കൊണ്ടുപോകരുത്. അത് ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 4-5 നൂറ്റാണ്ട് മുൻപ് ഉണ്ടായി എന്ന് പറയുന്ന ഒരു തെറ്റിനെ അതേ തെറ്റുകൊണ്ട് ആധുനിക കാലത്ത് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന തികച്ചും ജനാധിപത്യപരമായ ആധുനികമായ ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തുന്നു. ഇങ്ങനെ എല്ലാം നടത്തിയതിനു ശേഷം എന്നാലും കുറെ കാലങ്ങളായി അവിടെ ഹിന്ദുക്കൾ പൂജ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട് ഇത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണ്, അതുകൊണ്ട് അവിടെ അമ്പലം പണിയട്ടെ, അവരുടെ കയ്യിലാണല്ലോ ഇപ്പോഴുള്ളത്. പകരം അപ്പുറത്തൊരു 6 ഏക്കർ സ്ഥലം മുസ്ലിം പള്ളിക്ക് അനുവദിക്കാം. ഇതാണ്. ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഈ വിധി വളരെ അന്യായമായിട്ടുള്ളൊരു വിധിയാണ്. കാരണം അതിന്റെ ഫൈൻഡിങ്സ് എല്ലാം ശരിയാണ്. അവസാനം ആ കൺക്ലൂഷനാണ് പിശകായി പോയത്. അപ്പോഴും നാം അതിനെ അംഗീകരിച്ചു വിമർശനത്തോടു കൂടി. അവസാനത്തെ കാര്യം നോക്കൂ. അങ്ങനെ പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ആധാരം വേണ്ടേ, ഒരു ബേസ് വേണ്ടേ? അതിന് ASIയുടെ റിപ്പോർട്ടിനെ സുപ്രീം കോടതി കോട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. നാം മനസ്സിലാക്കേണ്ടത് 3 തവണയാണ് അയോധ്യയിൽ ഉത്ഖനനം നടന്നിട്ടുള്ളത്. അതൊന്ന് 1967 അത് നടത്തിയത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഒരു റിപ്പോർട്ടും ഇല്ല. അവിടെ അമ്പലമുണ്ട് എന്നോ അത് തകർക്കപ്പെട്ടതാണെന്നോ പറഞ്ഞിട്ടില്ല. രണ്ടാമത് നടത്തിയത് 75-76 കാലത്ത് അന്ന് ASIയുടെ ഡയറക്ടർ ജനറലായിരുന്ന BB ലാലിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ആ സമയത്തൊന്നും
അങ്ങനെ അവിടെ ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പോലും പറഞ്ഞിട്ടില്ല. ക്ഷേത്രം തകർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് അവസാനിപ്പിക്കുക ചെയ്തത്. ആ കോൺട്രവേഴ്സ്യൽ ആയിരുന്നു ആ ഖനനം എന്ന് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഹിന്ദുത്വ ഐഡിയോളജിയുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. 1950കളിൽ മഹാഭാരതം കഥ നടന്ന പ്രദേശങ്ങളിൽ ഉത്ഖനനം നടത്തിയിട്ടുള്ള ആളാണ്. ഈ ഉത്ഖനനം തന്നെ 75-76 ഉത്ഖനനം തന്നെ അദ്ദേഹം നടത്തിയത് സ്വന്തം നിലയ്ക്കാണ്. അദ്ദേഹം വേറെ 2 പേരും ഉണ്ടായിരുന്നു. രാമായണ പ്രദേശങ്ങളിലെ ഉത്ഖനനം എന്ന മട്ടിലാണ്. അതിലൊന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം പിന്നെ ചുവട് മാറ്റിയത് 89-90 കാലത്താണ്. അദ്ദേഹം ചില ഇന്റർവ്യൂകളിലൊക്കെ പറയാൻ തുടങ്ങി, ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, അത് തൂണുകളാണ്, ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2008 അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. വർഷം എത്ര കഴിഞ്ഞു. അപ്പോഴേക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റം നാം ശ്രദ്ധിക്കണം. ആ പുസ്തകത്തിലാണ് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞത്, ഇത് അമ്പലം അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നെല്ലാം. സാധാരണഗതിയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം, 76 തൻ്റെ ആദ്യ റിപ്പോർട്ടിൽ ഒരിക്കലും പറയാത്തൊരു കാര്യം 10-20 വർഷം കഴിഞ്ഞതിന് ശേഷം പറയാൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രചോദനം എന്താണ്? ഹിന്ദുത്വ രാഷ്ട്രീയം വലിയ തോതിൽ നമ്മുടെ രാജ്യത്തെ സമസ്ത മേഖലകളെയും കഴിഞ്ഞ 10-30 വർഷത്തിനിപ്പുറം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം കാണണം. 92 ഡിസംബർ 6 പള്ളി പൊളിച്ചപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം അതിനെ അപലപിക്കുകയാണ് ചെയ്തത്. രാജ്യത്തിന് നാണക്കേടായി എന്നാണ് പറഞ്ഞത്. ബാബറി മസ്ജിദ് എന്ന് തന്നെയാണ് പറഞ്ഞത്, തർക്കമന്ദിരം എന്നല്ല. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്നത്തെ പത്രങ്ങൾ, മാധ്യമങ്ങൾ, ചാനലുകളെല്ലാം നോക്കൂ, എത്ര വേഗത്തിലാണ് അവർ ചുവടുമാറ്റിയത്. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, സാംസ്കാരികമായ ബോധം കാരണമായിരിക്കാം. അവരങ്ങനെ വിശ്വസിക്കുന്നു. കുറെ ആൾക്കാർ അങ്ങനെയാണ്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാനൊന്നുമല്ല, അവരുടെ സാംസ്കാരിക ബോധത്തെ ഹിന്ദുത്വം സ്വാധീനിച്ചിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. രഞ്ജൻ ഗൊഗോയ്ക്ക് ശേഷം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എസ് എ ബോബ്ഡെ, അദ്ദേഹം ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായിരുന്നു. 2-3 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ ഒരു കേസ് വന്നു. ഒരു ചെറിയ കേസാണ്, നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ജാമ്യാപേക്ഷയാണ്. വക്കീല് ജാമ്യാപേക്ഷയുമായി വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കക്ഷി ജയിലിൽ കിടക്കുകയാണ്, അയാൾക്ക് ജാമ്യം വേണം. ഈ അപേക്ഷ പരിഗണിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസമാണ്. അപ്പൊ ബോബ്ഡെ ചോദിക്കുകയാണ് വക്കീലിനോട്, നാളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തടവ് മുറിയിൽ ജനിച്ച ദിവസമാണ്. ഒരു അർച്ചന എന്ന നിലയ്ക്ക് താങ്കളുടെ കക്ഷിക്ക് നാളെ ഒരു ദിവസം കൂടി തടവറയിൽ കഴിഞ്ഞുകൂടെ? ആലോചിച്ചു നോക്കൂ. വക്കീൽ പറഞ്ഞു അത് പറ്റില്ല, അയാൾ കാശ് വാങ്ങിയിട്ടല്ലേ മറ്റേയാളുടെ നിന്ന്, അത് പറ്റില്ല, അങ്ങോട്ട് ജാമ്യം വേണം. ഇദ്ദേഹം ജാമ്യം കൊടുത്തു കേട്ടോ, ജാമ്യം കൊടുക്കാതെ ഇരുന്നില്ല. പക്ഷെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ മനുഷ്യന്റെ സാംസ്കാരിക ബോധം നോക്കൂ നിങ്ങൾ. ഈ കാര്യം നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്നല്ല ഞാൻ പറയുന്നത്. ഹിന്ദുത്വയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവരെ സ്വാധീനിക്കുകയാണ്. അങ്ങനെ സ്വാധീനിക്കപ്പെട്ട പ്രമുഖരും പ്രശസ്തരും അല്ലാത്തവരും സാധാരണക്കാരുമായ നിരവധി ആളുകളുണ്ട്. മറ്റൊരു തരത്തിലുള്ള ആൾക്കാരോ, അത് വ്യാമോഹം കൊണ്ട്, കാര്യസാധ്യത്തിന് ഭയന്ന് ഒക്കെ ചുവടുമാറ്റിയ ആളുകളുണ്ട്. മൂന്നാമത്തെ പര്യവേഷണം നടക്കുന്നത് 2003 അപ്പോഴേക്ക് കാലമാകെ മാറി. 65-66 കാലത്ത് നിന്ന് 2003 വന്ന മാറ്റം എന്താ? അത് ASIയുടെ നേതൃത്വത്തിലാണ്. അതാണ് ഔദ്യോഗികമായിട്ടുള്ള പര്യവേഷണം. ആ റിപ്പോർട്ടിനെയാണ് സുപ്രീം കോടതി 2019 വിധിന്യായത്തിൽ ഉദ്ധരിക്കുന്നത്. അതിലെ ചില കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് വായിക്കാം. അതാണല്ലോ ഇപ്പോൾ വലിയ പ്രചരണം. ഞാൻ ASIയുടെ റിപ്പോർട്ടാണ് ഇത്, സുപ്രീം കോടതിയുടെ കണ്ടെത്തലല്ല, ASI റിപ്പോർട്ടിൽ നിന്നാണ്. മൊത്തത്തിൽ നോക്കിയാൽ തർക്കമന്ദിരത്തിന്റെ തൊട്ടു താഴെ വലിയൊരു കെട്ടിടമുണ്ടായതിന്റെ പുരാവസ്തുശാസ്ത്ര തെളിവുകളും 10-ാം നൂറ്റാണ്ട് മുതൽ തർക്കമന്ദിരത്തിന്റെ, ശ്രദ്ധിക്കണേ, തർക്കമന്ദിരത്തിന്റെ, ബാബറി മസ്ജിദിന്റെ എന്നല്ല, നിർമ്മാണം വരെ തുടർച്ചയായി നിർമ്മാണങ്ങൾ നടന്നിരുന്നതിന്റെ തെളിവുകളും അവിടെ നിന്ന് ലഭിച്ച കല്ലുകളും അലങ്കൃതമായ ഇഷ്ടികകളും ദൈവീകമായ ഇണകളുടെ വികൃതമാക്കപ്പെട്ട പ്രതിമയും വള്ളിപ്പടർപ്പുകൾ, അമാലക, അർദ്ധവൃത്താകൃതിയിലുള്ള തൂണുകളോട് കൂടിയ കപോത പാലി കട്ടിള അടക്കമുള്ള
കൊത്തിയെടുത്ത കെട്ടിട ഭാഗങ്ങളും 8 വശമുള്ള കറുത്ത ശിലയിലുള്ള തൂണിന്റെ പൊട്ടിയ ഭാഗങ്ങളും താമരയുടെ രൂപവും വടക്കുഭാഗത്തായി പ്രാണാളയോട് എന്ന് വെച്ചാൽ വെള്ളം ഒഴുകിപ്പോവാനുള്ള വഴിയാണ് കൂടിയുള്ള വൃത്താകൃതിയിലുള്ള വിശുദ്ധ സ്ഥലവും, ശ്രദ്ധിക്കണേ, വിശുദ്ധ സ്ഥലം, ഇത് വിശുദ്ധ സ്ഥലമാണ് എന്ന് ASIയുടെ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ മനസ്സിലാക്കി? അത് ഒരു ഔദ്യോഗികമായി ഉണ്ടാകേണ്ട ഒരു റിപ്പോർട്ടിൽ വരേണ്ടുന്ന വാക്കല്ല വിശുദ്ധി. കാരണം ശുദ്ധം, അശുദ്ധം, വിശുദ്ധി എന്നതൊക്കെ മതപരമായ ബോധ്യത്തോടു കൂടി കാര്യങ്ങളെ കാണുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇരിക്കട്ടെ. വിശുദ്ധ സ്ഥലവും വലിയൊരു നിർമ്മിതിയോടൊപ്പം കാണുന്ന 50 തൂണുകളുടെ അസ്ഥിവാരവും എല്ലാം സൂചിപ്പിക്കുന്നത് ഇവയെല്ലാം വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കാണാറുള്ള സവിശേഷതകളുടെ അവശിഷ്ടങ്ങളാണ് എന്നാണ്. എന്തോരം ഇത് ഇംഗ്ലീഷിന്റെ പരിഭാഷയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒറ്റ വാചകമാണ് കേട്ടോ. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിലെ രത്നച്ചുരുക്കം. സ്വാഭാവികമായും ഇതിന്റെ അനുബന്ധങ്ങളെല്ലാം ഉണ്ട്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ക്ഷേത്രാവശിഷ്ടങ്ങൾ. അതിനു മുമ്പ് ബി ലാൽ ഉൾപ്പെടെ കണ്ടെടുത്തിട്ടില്ല, അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, 65-ൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്ന ഒരു കാര്യം, ഈ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. 1528-ൽ 29-ലാണ് പള്ളി നിർമ്മിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഈ പള്ളി നിർമ്മിച്ചതിനും 400-500 വർഷം മുൻപ് ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തതിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് പറയുന്നുണ്ടോ? ഈ അവശിഷ്ടങ്ങളുടെ കാലഗണന കണക്കാക്കിയിട്ടുണ്ടോ ASI? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അവശിഷ്ടങ്ങളുടെ ഫോസിലുകളുടെ കാലം നിർണയിക്കാനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇന്നുണ്ട്, ഇല്ലേ? അത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായി വേണമെങ്കിൽ പരിശോധിച്ചാൽ കിട്ടുമല്ലോ. നമുക്കറിയോ ഇത് ഒരു 1400-ൽ അല്ലെ ഏതെങ്കിലും ഒരു അവശിഷ്ടങ്ങളുടെ കെട്ടിടങ്ങളുടെ അവശിഷ്ടമാണ് എന്നറിയോ? അതോ 2000 വർഷം മുമ്പത്തെയാണ് എന്നറിയോ? അഥവാ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട് എങ്കിൽ തന്നെ അങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെ എവിടെ നിന്നാണ് ക്ഷേത്രമുണ്ടായിരുന്നു, അത് തകർത്താണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് സംഘപരിവാരം പ്രചരിപ്പിക്കുന്നത്? അങ്ങനെ ASI റിപ്പോർട്ടിൽ ഉണ്ട് എന്നവർ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ പറയും പോലെ തെറിയൊന്നും പറയുന്നില്ല, പക്ഷേ വെല്ലുവിളിക്കാൻ തന്നെ കൂട്ടിക്കോളൂ. ഈ വാചകങ്ങൾ നിങ്ങൾക്ക് ASIയുടെ റിപ്പോർട്ടിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയിൽ കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെയുണ്ട്, അത് ശരിയാ. 49-ൽ സംഘപരിവാറിന് ഇമാതിരി സ്വാധീനമൊന്നുമില്ലാത്ത കാലത്ത് പള്ളിക്കകത്ത് അർദ്ധരാത്രിയിൽ ക്ഷേത്രം കൊണ്ടുപോയി വെക്കാൻ സാധിച്ച സംവിധാനമാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അല്ലേ? ഇത് ചെയ്തില്ലേ? പള്ളിയുടെ ഉള്ളിൽ കൊണ്ടുവച്ചു എന്ന് അന്ന് സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എതിർത്തിട്ട് പോലും ആ സമയത്ത് ആ നാട്ടിലെ ജില്ലാ ഭരണകൂടത്തിന്റെ, ജില്ലാ മജിസ്ട്രേറ്റിന്റെ പിന്തുണ ലഭിച്ചു. അവർക്ക് അനങ്ങിയില്ല. ആ വിഗ്രഹം അവിടെ ഇരുന്നു. അപ്പോഴാണ് 2023-ൽ വാജ്പേയി ഭരിക്കണ കാലത്ത് ഈ മട്ടിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലമാകെ മാറിപ്പോയൊരു കാലത്ത് ഇവർക്ക് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചുകൂടെ ഏതെങ്കിലും സാധനങ്ങൾ? അങ്ങനെയും വന്നൂടെ? എന്ന് മാത്രമല്ല, ഈ പര്യവേഷണത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ പങ്കാളികളായിട്ടുള്ള 2 ആർക്കിയോളജിസ്റ്റുകൾ, ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ജയ മേനോനും സുപ്രിയ വർമ്മയും, അവർ പറഞ്ഞിട്ടുള്ള പള്ളിയുടെ അവശിഷ്ടങ്ങളും കണ്ടിട്ടുണ്ട് എന്നാണ്. നമുക്ക് പറയാൻ കഴിയില്ല ഇതൊന്നും. നമ്മൾ ഇരിക്കുന്ന വീടിന്റെ ഭാഗം അടിയിൽ കുഴിച്ചു നോക്കിയാൽ എന്തെല്ലാം കിട്ടും? അത് കണക്കാക്കി മാത്രം നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുമോ? ശാസ്ത്രീയമായി തെളിയിക്കണ്ടേ? അത് തെളിയിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഇപ്പോ KK മുഹമ്മദ് തന്നെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. താജ്മഹലിന്റെ ഒരു കാര്യം എടുക്കുക. താജ്മഹലില് അതിന്റെ നിർമ്മിതിയില് താമര ഉൾപ്പെടെയുള്ള, അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ, താമര ഉൾപ്പെടെയുള്ള അതിന്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ശില്പങ്ങളുണ്ട്. താമര ഹൈന്ദവ ശില്പ നിർമ്മാണ രീതിയുടെ ഒരു ഭാഗമാണ്, എല്ലാവർക്കും അറിയാലോ. അതെന്താ അങ്ങനെ?
നമ്മുടെ കേരളത്തിൽ വടക്കേ മലബാറിൽ കാസർകോട്ടൊക്കെയുള്ള പള്ളിയിൽ നോക്കിയാൽ ഹൈന്ദവ സ്വാധീനം കാണാം. അതെന്താ കാരണം? ഈ 14, 15, 16 നൂറ്റാണ്ടുകളിലെല്ലാം കേരളത്തിലാവട്ടെ ഇന്ത്യയിൽ എവിടെയാകട്ടെ പള്ളികളെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് ആരാണ് ഉണ്ടാക്കുന്നത്? പരിപൂർണമായ ഇസ്ലാമിക രീതിയിലല്ല, അല്ലെങ്കിൽ പേർഷ്യൻ ടർക്കിഷ് വാസ്തുവിദ്യ പ്രകാരമല്ല. അത്തരമൊരു രീതി ആ കാലത്ത് 13, 14, 15 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ വ്യാപിച്ചിട്ടില്ല. ഈ പള്ളികളെല്ലാം നിർമ്മിക്കുന്നത് തദ്ദേശീയരായിട്ടുള്ള തച്ചന്മാരാണ്, പണിക്കാരാണ്. അവർക്ക് പരിചയം എന്താണ്? അവർക്ക് പരിചയം അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടല്ലേ. ആ പരിചയം സ്വാഭാവികമായും ഈ നിർമ്മിതിയിലെല്ലാം കാണും. താജ്മഹൽ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് താമരയുടെ മൊട്ട് അവിടെ ഉണ്ട്, താമര രൂപങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് ഹൈന്ദവ ക്ഷേത്രമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഒരു യുക്തിയുമില്ല. ആ യുക്തിയില്ലായ്മ തന്നെയാണ് ഐഡിയോളജിക്കലായി സ്വാധീനിക്കപ്പെട്ട 23 ആകുമ്പോഴേക്ക് 2003 ആകുമ്പോഴേക്ക് സ്വാധീനിക്കപ്പെട്ട ASIയുടെ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് മറ്റൊരു ഒരു സഞ്ചാരിയുടെ യാത്രാ വിവരണത്തെ പറ്റി സുപ്രീം കോടതി ഇതിൽ പറയുന്നുണ്ട്. ഇനി സംഘികൾ ആരെങ്കിലും അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൂടി മനസ്സിലാക്കിക്കൊള്ളൂ. അത് 1740 ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫാദർ ജോസഫ് ടൈഫൻ താലർ എന്ന ഒരു സഞ്ചാരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കുന്നിന്റെ മുകളിലുള്ള രാംകോട്ട് കോട്ട തകർത്തിട്ട് ഔറംഗസീബ് 3 മിനാരങ്ങളുള്ള പള്ളി നിർമ്മിച്ചതായി ആളുകൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഔറംഗസീബ്. ചിലർ പറയുന്നത് അത് ബാബർ തകർത്തതാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിലെ തൂണുകളുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. ഈ തൂണുകളെല്ലാം യൂറോപ്യന്മാർ സിലോൺ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് നിന്ന് വാനരന്മാരുടെ നേതാവായ ഹനുമാൻ കൊണ്ടുവന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. ഇതും ഈ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അമ്പലം തകർത്താണ് പള്ളി നിർമ്മിച്ചത് എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഈവൻ 2003 ASI റിപ്പോർട്ട് വരെ പറഞ്ഞിട്ടില്ല. ബി ലാലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ആർക്കിയോളജി ഔദ്യോഗികമായി പഠിച്ചിട്ടുള്ള ഒരു ആളല്ല. അദ്ദേഹത്തിന്റെ PG സയൻസ്ക്രിറ്റിലാണ്. ലോകപ്രസിദ്ധനായിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് മോട്ടിവർ വീലറുടെ കീഴിൽ ആർക്കിയോളജി പഠിച്ച ഒരാളാണ് അദ്ദേഹം. വലിയ തോതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുത്വ ഐഡിയോളജിയാൽ സ്വാധീനിക്കപ്പെട്ട ഒരാളായിട്ട് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നേ. അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്, അമ്പലം തകർത്താണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് 1990 വരെ പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ നിരന്തരമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് സംഘപരിവാർ കള്ളം പറയുകയാണ് എന്ന് നാം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഒരു കാര്യം കൂടി, ഇപ്പൊ ഇവര് പറയുന്നത് എന്താ? ഞങ്ങൾ പൊളിച്ചതാണ് പള്ളി. ഞങ്ങൾ പൊളിച്ചത് തന്നെയാണ്, ഓട്ടോറിക്ഷ ഇടിച്ചിട്ടൊന്നുമല്ല. അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ കോടതിയിൽ എന്താ പറഞ്ഞത്? 2020 അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഉൾപ്പെടെയുള്ള 32 പേരെ കോടതി വെറുതെ വിട്ടത്. ഇക്കണ്ട തെളിവുകളൊക്കെ ഉണ്ടായിട്ട് 10,000 മനുഷ്യർ നോക്കി നിൽക്കെ പട്ടാപ്പകൽ തകർത്ത് കളഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയുടെ തകർത്തതിന്റെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും കോടതി വെറുതെ വിട്ടു. എന്തുകൊണ്ട്? സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ ഭയമായിരിക്കാം. ജസ്റ്റിസ് ലോയ ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുഭവം ന്യായാധിപന്മാരുടെ മുൻപിലുണ്ട്. ഗൗരി ലങ്കേഷിനെ പോലെയുള്ള ആളുകളുടെ അനുഭവം, സ്വതന്ത്ര ചിന്തകരുടെ, മാധ്യമ പ്രവർത്തകരുടെ അനുഭവം ആളുകളുടെ മുൻപിലുണ്ട്. ഈ തരത്തിൽ ഭയം കൊണ്ട് പറഞ്ഞതാകാം, മറ്റു തരത്തിൽ സ്വാധീനിക്കപ്പെട്ടതാകാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്നറിയോ? കോടതിയിൽ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ എന്താ പറഞ്ഞത്? ഞങ്ങൾ പള്ളി പൊളിച്ചു എന്ന് ഇന്ന് പറയുന്നത് പോലെ നെഞ്ചു വിരിച്ചു എന്ന് പറഞ്ഞോ? പൊളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. കോടതിയുടെ മുൻപിൽ നിങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ പറയുന്നത് പോലെയല്ല. പള്ളി പൊളിച്ചത് ക്രിമിനൽ ഒഫൻസ് ആണ്, അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? ഡിസംബർ 6 പള്ളി പൊളിച്ചത് 92. കല്യാൺ സിംഗ് ആണ് മുഖ്യമന്ത്രി. സുപ്രീം കോടതി അടിയന്തരമായി ഇടപെട്ടു. ഇങ്ങനെ കർഷകർ വന്ന് ഇത് പൊളിക്കുമെന്ന ഘട്ടം എത്തിയപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടപ്പോ എന്താണ് കല്യാൺ സിംഗ് നൽകിയിട്ടുള്ള അഫിഡവിറ്റ്? എന്താ? ഈ സ്മാരകം നിലനിർത്തുമെന്നാണ്, പൊളിക്കുമെന്നല്ല. ഇപ്പൊ പറയുന്ന ഈ വമ്പൊന്നും അപ്പ പറഞ്ഞിട്ടില്ല. കാലം മാറിയപ്പോ
വലിയ തോതിലുള്ള രാഷ്ട്രീയ സ്വാധീനം തങ്ങൾക്ക് കൈവന്നു എന്നായപ്പോൾ ഇവർ കള്ളം പറയുകയാണ്. ഞങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതിലൊരു പ്രീണനത്തിന്റെ പ്രശ്നമില്ല. നോക്കൂ, തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്ന് പേരുള്ള ഒരു മ്യൂസിയം എർദോഗാൻ, അവിടുത്തെ പ്രസിഡന്റ് എർദോഗാൻ മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തതാണ്. നാളെ ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു ആരാധനാലയം മറ്റേതെങ്കിലും ഒരു മതസ്ഥർ ഇങ്ങനെ തകർക്കുകയോ അതിനെ കേടുപാട് വരുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അതിനെ എതിർക്കാൻ ഞങ്ങൾ ഉണ്ടാവും. വോട്ടല്ല പ്രശ്നം, ആധുനികമായ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അത് സംഘപരിവാറിന് കുത്തിത്തിരിപ്പാണ്. മറിച്ച് ഇല്ലാത്ത കഥകൾ വർഗീയമായി ജനങ്ങളെ വിഭജിക്കാൻ തക്കവണ്ണം പറയുമ്പോൾ അവർക്ക് അത് ദേശീയതയാണ്, ദേശാഭിമാനമാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, വെല്ലുവിളിക്കുക തന്നെയാണ്. അമ്പലം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചത് എന്നതിന്റെ ശാസ്ത്രീയ തെളിവുകൾ ASIയുടെ റിപ്പോർട്ടിലുണ്ടെങ്കിൽ ആ തെളിവുകൾ ഉയർത്തി കാണിച്ച് ആ കാര്യം, ഏത് കാര്യം, അമ്പലം പൊളിച്ചാണ് പള്ളി 1528 നിർമ്മിച്ചത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കണം. ഏതെങ്കിലും കടലാസ് ഉയർത്തി കാണിക്കരുത്. അതൊരു തരം ഉഡായിപ്പ് പരിപാടിയാണ്.